മഞ്ഞ കളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ റോസ് കളർ ആയിക്കോട്ടെ, എന്റെ ഗാർഡനിൽ ജമന്തിയും റോസയും ഇരിക്കട്ടെ. അടികൈ സാർ, ഇവിടെ ജമന്തിയും ബന്ദിയും ഒന്നും അങ്ങനെ വളരില്ല. അതെന്താ വളരാത്തത്? അവരോട് പറഞ്ഞാൽ മതി നിങ്ങൾ ഇപ്പോൾ മിസ്റ്റർ ഖന്നയുടെ ഗാർഡനിലാണെന്ന്. സാർ, അങ്ങനെയാണെങ്കിൽ സാർ തലയിൽ വെച്ചോ. സാറിന്റെ തലയ്ക്കകത്ത് മുഴുവൻ കളിമണ്ണ് നിറഞ്ഞിരിക്കുക. നല്ല ഫലം ഉണ്ടാവുകയും ചെയ്യും. തോന്നിയ ദിവസം പറയുന്നോ? നിക്കടവിടെ. നിക്കടവിടെ. നിന്റെ ഷേപ്പ് ഞാനിന്ന് മാറ്റും. നിന്നെ ഞാനിന്ന് വിടില്ലടാ. എടാ കൂടിപ്പോയാ നീ ഇത് എവിടം വരോടും? നിക്കടവിടെ. ഖന്ന സാറിന്റെ മുഖത്ത് മണ്ണായി. ഇത് മണ്ണൊന്നല്ലടാ, മരുന്ന് പുരട്ടിയിരിക്കുക. യു എലസ്, നിനക്കത് മനസ്സിലാവില്ല. മാഡം അങ്ങക്ക് വേണ്ടി കേക്ക് തന്നയച്ചിരിക്കുകയാണ്. ചായക്ക് വേണ്ടത് ചൂടാണ്. നിങ്ങൾ പറ, ഇത് ഏത് ബ്രാൻഡാണ്? ബ്രാൻഡോ? സാർ, ഇത് മാഡം വീട്ടിലുണ്ടാക്കിയതാണ്. തിരിച്ചു കൊണ്ടുപോയിക്കോ. ഞാൻ ബ്രാൻഡഡ് ആയിട്ടുള്ള കേക്ക് മാത്രമേ കഴിക്കൂ. സാറേ, ഇങ്ങോട്ട് വരൂ. പശുവിന് പുല്ല് കൊടുത്താലേ പാല് തരൂ. ഞാനേ ഒരു മാനിനാ. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഈ മുഖം എന്ന ക്യാൻവാസിനുള്ളിൽ എന്തിനാണ് മണ്ണുകൊണ്ട് പെയിന്റ് അടിച്ചിരിക്കുന്നത്? ഞാനൊരു വലിയ മനുഷ്യനാ. ചെറിയ ആൾക്കാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായോ? ചെറുതോ ചെറുതിന്റെ വലുതിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ ചെറുതാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ ഹൃദയം, ചെറിയ ചിന്തകൾ, ചെറിയ ബുദ്ധിയെ കുറിച്ച് അറിയാൻ സാധിക്കും. കടന്നു പോകൂ എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നും. ഓ അതെ കണ്ണാ സാറേ, ഇത് ഓവറായിട്ട് സാറിന് തന്നെ തോന്നുന്നില്ലേ? വഴിയെ പോകുന്നവരോട് ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. പറന്നു വെക്കോ. തത്തകളെ ഞാൻ അങ്ങനെ ഗൗനിക്കാറില്ല. ഇന്നെന്താ ഖന്ന സാറേ, സാറ് കൈയടിക്കാനും പറഞ്ഞില്ലല്ലോ. എന്റെ കവിത കേട്ട് വലിയ വലിയ ആൾക്കാരാണ് കൈയടിക്കാറുള്ളത്. നിങ്ങളെ പോലെ ചെറിയ ചെറിയ ആൾക്കാരുടെ കൈയടിയൊന്നും എനിക്ക് വേണ്ട. മനസ്സിലായോ? കൂട്ടുകാരെ, നമ്മുടെ കന്നാ സാറിന് ഇത് പെട്ടെന്നെന്താ സംഭവിച്ചത്? കന്നാ സാർ എല്ലാരെയും വല്ലാതെ അപമാനിച്ചിരിക്കുകയാണ്. സോർദാറെ, എനിക്ക് കുറച്ച് പരിപ്പ് കറി തരുമോ? അതിനെന്താ, ഞാൻ തരാലോ. നീ പരിപ്പൂരിയോണ്ട് എന്ത് ചെയ്യാൻ പോവാ? ആ, പുറത്തു കൊണ്ടുപോയി കുഴിച്ചിടും. പിന്നീട് അത് മരമായി മാറുമ്പോ അതിന്റെ കൊമ്പിൽ ഒരു ഊഞ്ഞാല് കെട്ടി ആടും. പരിപ്പ് കറി സാധാരണ എന്താ ചെയ്യാ? ഞങ്ങൾ കഴിക്കാറ പതിവ്. പക്ഷെ നീ പറഞ്ഞ ഐഡിയയും അത്ര മോശമൊന്നുമല്ല. ഇതാ കിട്ടി നീ ചോദിച്ച പരിപ്പ് കറി. എനിക്ക് പരിപ്പ് കറി കഴിക്കാനുള്ള ഭാഗ്യമില്ല. എന്തു പറ്റി കിറ്റി? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഖന്ന സാറ് ജീവിതം തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാ? ബ്രേക്ക്ഫാസ്റ്റിന് കോൺഫ്ലേക്സില് ബദാമും പിസ്തയും ഇട്ടു. ഛർദിച്ച് ഞാൻ ഒരു വഴിയായി. ഇപ്പൊ ഞാൻ പരിപ്പ് കറി ചോദിച്ചു. അപ്പൊ എന്നോട് പറയാ ബിരിയാണി കഴിച്ചാൽ മതിയെന്ന്. പരിപ്പ് കറി നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ലത്രേ. ഇത്ര പെട്ടെന്ന് ഈ ഖന്ന സാറിന് എന്താ സംഭവിച്ചത്? ഖന്ന സാറിന് ഇന്ന് ബെസ്റ്റ് സാഹിത്യകാരനുള്ള അവാർഡ് ലഭിക്കാൻ പോവാണ്. സാർ ആ കാര്യം അറിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആകെ മാറി. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അതുകൊണ്ടാണ് മറ്റുള്ളവരോട് ഇങ്ങനെ പെരുമാറുന്നത്. ഇവിടെ വരൂ. എനിക്ക് ഡബിൾ സ്കൂപ്പിന്റെ ഐസ്ക്രീം തരൂ. ചൂടുള്ള സമയത്ത് ഇതുപോലത്തെ തണുത്ത ഐസ്ക്രീം നുണഞ്ഞു കഴിക്കുമ്പോൾ മനസ്സും അതിനോടൊപ്പം തണുക്കുകയാണ്. കഴിക്കുന്ന ഐസ്ക്രീം ഡബിൾ ഡെക്കർ ആവുമ്പോൾ കൂടുതൽ സന്തോഷം. വെരി ഗുഡ്. ഇതെന്താണിത്? ലെഫ്റ്റിലോട്ട് പോയിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ ഒരു പുഴയുണ്ട്. 2 സ്കൂപ്സ് ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞാനിത് ചുമ്മാ കളയാറുണ്ട്. സാർ, അതിന് 200 രൂപയേ ഉള്ളൂ. ഞാൻ ഇത്രയും വില കുറഞ്ഞ ഐസ്ക്രീം കഴിക്കാറില്ല. അതുകൊണ്ട് 500 രൂപ തരും ഞാൻ. ബാക്കി 300 രൂപ ടിപ്പ്. പിടിച്ചോ. ഓഹോ, ഐസ്ക്രീം തിന്നുമ്പോൾ ക്രീം കുറഞ്ഞു വരും. പക്ഷേ ഇവന്റെ അഹങ്കാരം കൂടി വരികയാണ്. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. കന്നയുടെ ഇപ്പോഴത്തെ ഈ തലക്കനം ഇവനെ എവിടെ കൊണ്ടെത്തിക്കുന്ന ആർക്കറിയില്ല. ഓഹോ, ബെസ്റ്റ് സാഹിത്യകാരനുള്ള അവാർഡ് കിട്ടുകയാണ്. ഞാനും ഇന്ന് എന്റെ 2 കണ്ണുകളിലൂടെ ആ മകനീയ ദൃശ്യം കാണാൻ ആഗ്രഹിക്കുന്നു. ഇവന് ഞാൻ 8ന്റെ പണി കൊടുക്കും. അതിനുശേഷം ഇവൻ ബർത്ത്ഡേ കാർഡ് പോലും വാങ്ങില്ല. മനസ്സിലായോ?
ഞാൻ പറയാറുണ്ടായിരുന്നു എനിക്ക് സാധിക്കാത്തതായി ഈ ലോകത്തൊന്നും തന്നെ ഇല്ലെന്ന്. അപ്പോൾ നാട്ടുകാർ ചോദിച്ചു നിന്റെ തലയിൽ മുടി വളർത്താൻ സാധിക്കുമോ എന്ന്. പക്ഷെ ഞാൻ വിഗ് വെച്ചുകൊണ്ട് അതിനുള്ള പരിഹാരവും കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് എനിക്ക് മനസ്സിലായി കന്നാ സാർ കവിത ചൊല്ലുന്നത് പോലെ എനിക്കൊരിക്കലും കവിത ചൊല്ലാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കന്നാ സാറിന് ബെസ്റ്റ് സാഹിത്യകാരനുള്ള അവാർഡ് കൊടുക്കുകയാണ്. വെൽക്കം വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. കവിതകൾ ചൊല്ലുന്നതിന് വേണ്ടി എനിക്ക് കിട്ടുന്നു നേരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നെന്റെ നമസ്കാരം. അടികൈ. അല്ല ഇതെന്തോന്നാ? കൊറോണ വൈറസ് ചൈനയിലെ വുഹാനിൽ നിന്നാണ് ആദ്യം പടർന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിനെയാണ് കവിത എന്ന് പറയുന്നത്. അടികൈ. നമുക്ക് മനസ്സിലാവില്ലെന്നോ? ഇതിനെയാണോ നിങ്ങൾ കവിത എന്ന് പറയുന്നത്? ഇയാൾക്ക് അവാർഡ് കൊടുക്കാൻ പറ്റില്ല. ഇത് സാഹിത്യത്തെ അപമാനിക്കുകയാണ്. ചെന്നിരിക്കെ പോ. ഓ ഇതെന്തായി സംഭവിക്കുന്നേ? ഉണക്കാനിട്ടിരിക്കുന്ന തുണിയെല്ലാം വാടിപ്പോയി. നിങ്ങളുടെ ഉന്നമെല്ലാം തെറ്റിപ്പോയി. അടികൈ. എറിയേ, എറിഞ്ഞോടിക്കോനെ വേഗം. അയ്യോ അയ്യോ അയ്യോ, എന്താ എന്താ നിങ്ങൾ എന്താ ചെയ്യുന്നേ? അയ്യോ അയ്യോ, എറിയലേ എറിയലേ. അയ്യോ ആ ആ അയ്യോ എറിയലേ. നിർത്തു. ആ കുളമായി. ഒന്ന് നിർത്തൂ. ആ ആ ഇത്രയും വലിയൊരു കവി എങ്ങനെ അപമാനിക്കാൻ പാടില്ല. ഇയാളാണോ കവി? അതെ, നിങ്ങളത് കേട്ടില്ലേ? ഒരു വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന തുണി നന്നായി വാടി. ആ വാടിയ തുണി ഇനി വേഗം ഉണങ്ങി കിട്ടുമല്ലോ. എന്തൊരർത്ഥമുള്ള കവിത! ആഹാ, അടിപൊളി കന്നാ സാറേ, അടിപൊളി. സംശയമുണ്ടോ? അതെ, ഖന്ന സാറിന്റെ ഈ കഴിവിന് അവാർഡ് കൊടുക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഓ ഞാൻ ഇവരെ എല്ലാവരും ഇൻസൾട്ട് ചെയ്തതാണ്. പക്ഷെ എല്ലാവരും എന്റെ കൂടെ നിൽക്കുന്നല്ലോ. അയ്യോ, ഇതൊക്കെ ഒന്നിനും കൊള്ളാത്ത കവിതയാണ്. ഇവിടെ വരൂ. താൻ തന്റെ തിരുവായ കൊണ്ട് നല്ലൊരു കവിത ചൊല്ലി ഞങ്ങളെ കേൾപ്പിക്കൂ. ഞാനോ? അതിന് ഞാനൊരു കവിയൊന്നും അല്ല. എനിക്ക് കവിത ഒന്നും അറിയില്ല. അപ്പൊ കവിത ചൊല്ലുന്ന ആളിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ഉള്ളത്? ഖന്ന സാറേ, ഒരു വെടിക്കെട്ട് കവിത അങ്ങ് കാച്ചിയാട്ടെ. ഓ ഓ കവിതകൾ ചൊല്ലാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അത് ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ പോലെയാണ്. അടികൈ. ഇവിടെ വരൂ. നല്ല പറപറക്കുന്ന കവിതയാണല്ലോ ചൊല്ലിയത്. മനസ്സാഗ്രഹിക്കുന്നു നിനക്ക് 1000 തന്ന് ആനന്ദിക്കാനായിട്ട്. എല്ലാവരും കൈയടിച്ചാട്ടെ. ഭാഗ്യം, എല്ലാം കഴിഞ്ഞെന്നാ തോന്നുന്നേ. അയ്യോ എന്റെ മുഖമാകെ വൃത്തികേടായി. ഇഷ്ടമാണ്. അത് ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ പോലെയാണ്. അടികൈ. മഴ വരുമ്പോൾ വീഴുന്നത് കാണാം മഴത്തുള്ളി. ഞാൻ എന്റെ വീട്ടിലെ അടുക്കളയിൽ അരിയാറുണ്ട് വെളുത്തുള്ളി. അടികൈ. കാട്ടിൽ ചീവീടിന്റെ കൂടെ കരയാറുണ്ട് മാക്കാൻ തവളകൾ. നിങ്ങൾ കേട്ടാൽ കൈയടിച്ചു പോകും. രസമുള്ളതാണ് എന്റെ കവിതകൾ. അടികൈ. താങ്ക് യു. ഇന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ അവാർഡ് ഇവർ ഒരിക്കലും തരില്ലായിരുന്നു. കൂടാതെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. കാരണം അഹങ്കാരം കൂടിയപ്പോ ഞാൻ നിങ്ങളെല്ലാരും വല്ലാതെ അപമാനിച്ചു.
അതിലൊരു സംശയമില്ല. സംശയമുണ്ടോ? കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ ഞാൻ ബക്കറ്റ് ഉപയോഗിക്കില്ല. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഹങ്കരിക്കില്ല. അടികൈ. ഇവിടെ വരൂ. നീ അവാർഡ് വാങ്ങിച്ചോളൂ, കവി സമ്മേളനത്തിനും പൊയ്ക്കോളൂ, ടിവിയിലും പൊയ്ക്കോളൂ. പക്ഷെ തന്റെ കവിതയുടെ കെട്ട് ഞങ്ങളുടെ ചെവിയുടെ അടുത്ത് വന്ന് അഴിച്ചുവിടാൻ നോക്കരുത്. ഇനി ആവർത്തിച്ചാൽ കൈയും കാലും കെട്ടി ഞാൻ ഇടും.